സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. 4 പേർക്ക് പുതുജീവനേകി വിഷ്ണു. ജൂലൈ 6-ന് കടുത്ത തലവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിഷ്ണുവിന് മസ്തിഷ്ക രക്തസ്രാവമുണ്ടായി. തുടർന്ന് ജൂലൈ 7-ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തു. കോഴിക്കോട് ഇരിങ്ങൽ സ്വദേശിയായ വിഷ്ണു ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു. മകന്റെ വേർപാടിന്റെ കടുത്ത ദുഃഖത്തിലും അവയവദാനത്തിന് തയ്യാറായ കുടുംബത്തിന്റെ ധീരമായ തീരുമാനമാണ് 4 പേർക്ക് പുതിയ ജീവിതം സമ്മാനിച്ചത്. അവയവങ്ങൾ യഥാസമയം ആശുപത്രികളിൽ എത്തിക്കാൻ അതീവ ജാഗ്രതയോടെയും വേഗത്തിലുമാണ് അധികൃതർ പ്രവർത്തിച്ചത്. വിഷ്ണുവിന്റെ കരളും കോർണിയകളും കോഴിക്കോട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്കായി വിജയകരമായി കൈമാറി. ഒരു വൃക്ക കോഴിക്കോട്ടുള്ള രോഗിക്കും രണ്ടാമത്തേത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിക്കും നൽകി. കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് വൃക്കയുമായി പോയ ആംബുലൻസിന് സമയബന്ധിതമായി ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കേരള പോലീസ് ഗ്രീൻ കോറിഡോർ ഒരുക്കിയിരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത മറ്റൊന്നിനും നികത്താനാവില്ലെങ്കിലും വിഷ്ണുവിന്റെ കുടുംബം കാണിച്ച ആത്മധൈര്യം 4 മനുഷ്യരിലൂടെ അവനെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നു. മനുഷ്യത്വം പ്രചരിക്കുന്നു.